UNDP-യുടെ. അപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ചിലരൊക്കെ അവിടെ കടകളിൽ ചോദിച്ചു, അല്ല ചാത്തന്നൂരുകാരനാണല്ലോ ചെങ്ങന്നൂർ നിൽക്കുന്നത്, അപ്പോൾ അതിവിടെ ബാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ കടക്കാരൻ പറഞ്ഞ ഒരു മറുപടി ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, സാറേ മക്കൾക്ക് ഇപ്പോൾ ദിവസേന സ്കൂളിൽ പോകാൻ കഴിയുന്നുണ്ട്, ഒരു സമരവും ബഹളവും ഇല്ല, ഏത് കാര്യത്തിന് എന്നാലും ഒരു അടുക്കും ചിട്ടയുണ്ട്, പിന്നെ ചാത്തന്നൂരുകാരൻ ചെങ്ങന്നൂർ നിന്നാൽ എന്താ കുഴപ്പം എന്നൊരു ചോദ്യം അവർ കടക്കാരൻ ചോദിച്ചാൽ ആ മനോഭാവമായിരുന്നു കേരളത്തിലെ ജനങ്ങൾ. പിന്നെ എന്തുകൊണ്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നത് ഇപ്പോൾ കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ വിമോചന സമരത്തിനെ കുറിച്ച് ചർച്ച നടത്താറില്ല. ഇടതുപക്ഷം പറയുന്നത് എന്താ? ഇവിടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ടാണല്ലോ വിമോചന സമരത്തിനെ കുറിച്ചുള്ള പരാതി. എന്നാൽ ഇതുവരെ സംഭവം ഗുജറാത്തിലുണ്ടായില്ലേ? 1974 ചിമൻഭായ് പട്ടേലിൻ്റെ ഗവൺമെൻറ്, അന്ന് 72-ൽ 5 കൊല്ലത്തേക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്ത ചിമൻഭായ് പട്ടേൽ മന്ത്രിസഭയ്ക്കെതിരെ ശ്രീ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ഒരു സമരം നടന്നു. അഴിമതി പറഞ്ഞിട്ട് അഴിമതി സർക്കാർ രാജിവെക്കുക എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ ഇളക്കി വിട്ട് സമരം നയിച്ചു. ഗുജറാത്തിലെ തെരുവുകളിലൊക്കെ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി പോലീസുമായി. ഇങ്ങനെ ഒരവസ്ഥ വന്നപ്പോൾ ഈ സർക്കാരിനെ പിരിച്ചുവിടണം, ഗുജറാത്ത് സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗുജറാത്തുകാരനായ മൊറാർജി ദേശായി നിരാഹാരമിരുന്നു. അങ്ങനെ സാഹചര്യത്തിലാണ് ഇന്ദിരാഗാന്ധി എന്ന ചിമൻഭായ് പട്ടേലിനെ വിളിച്ച് നിങ്ങൾ രാജിവെക്കുക ആവശ്യം. കേരളത്തിലെ നെഹ്റു EMSനോട് പറഞ്ഞത് തന്നെയായിരുന്നു, ഇവിടെ സമരം നടക്കുകയാണ്, നിങ്ങൾക്കിത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട EMS തള്ളി. അപ്പോഴാണ് ഡിസ്മിസ് ചെയ്തത്. പക്ഷേ ചിമൻഭായ് പട്ടേലിനോട് ഇന്ദിരാഗാന്ധി നിങ്ങളെക്കൊണ്ട് ഇതിപ്പോൾ സമരം പരിധി വിട്ടു പോവാണ്, മറ്റേ വാർത്ത ജയപ്രകാശ് നാരായണനാണ്, അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഒഴിയുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അദ്ദേഹം രാജിവെച്ചു. നിയമസഭ ആദ്യം സസ്പെൻഡ് ചെയ്തു. വീണ്ടും മൊറാർജി ദേശായി നിരാഹാരം എന്നതിന് സഭ പിരിച്ചുവിടാൻ വേണ്ടി അവസാനം പിരിച്ചുവിട്ടു. അന്നും ചില കോൺഗ്രസ്സുകാർ പറഞ്ഞു മൊറാർജിയുടെ സമ്മർദ്ദ രാഷ്ട്രീയത്തിന് ഇങ്ങനെ വഴങ്ങി കൊടുക്കരുത്. ഇന്ദിരാഗാന്ധി ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇത് കഴിഞ്ഞ് ഗുജറാത്തിൽ അവസാനിക്കുന്നില്ല, പിന്നെ നേരെ ബീഹാറിലേക്ക് കിടക്കുക. അവിടെ ഇതേപോലെ സമരം. അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ നിങ്ങളിങ്ങനെ നിരന്തരം അട്ടിമറിക്കാൻ നിൽക്കുകയാണെങ്കിൽ ജയപ്രകാശ് അല്ല ഏത് നേതാവാണെങ്കിലും എനിക്കതിനെ തടയേണ്ടി വരും. അങ്ങനെ വന്നപ്പോൾ ജയപ്രകാശ് നാരായണൻ എന്ത് പറഞ്ഞു? അദ്ദേഹം പാരലൽ നിയമസഭയിലേക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അതൊരു കാര്യം മനസ്സിലാക്കണം. അപ്പം നമ്മൾ 9 വർഷമായിട്ട് പിണറായിക്കെതിരെ പോരാടുക കേരളത്തിൽ എന്ന് വിചാരിച്ച് നമ്മളാരെങ്കിലും കേരള നിയമസഭയിലേക്ക് നമ്മൾ ഇതിനിടയ്ക്ക് തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം നാളെ നമ്മുടെ കുറേ വോട്ടർമാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ പറയാം ഞാനാ വട്ടിയൂർക്കാവിലെ MLA എന്ന് പറഞ്ഞ സംഭവം നടക്കും. അതിനെ ഇവിടെ വ്യവസ്ഥാപിത മാർഗങ്ങളില്ലേ, ഇലക്ഷൻ കമ്മീഷനില്ലേ, ഇലക്ഷൻ സംവിധാനമില്ലേ? ഇതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് പാരലൽ നിയമസഭയിലേക്ക് ഇലക്ഷൻ പ്രഖ്യാപിക്കുക. അങ്ങനെ വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഈ സമരം ഇത് നടക്കില്ല പരിപാടി. സമരത്തെ ശക്തമായി നേരിടുമ്പോഴാണ് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വരുന്ന ഇന്ദിരാഗാന്ധിക്കെതിരെ. ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ റദ്ദാക്കിയതും അതിലൊറ്റ സാങ്കേതിക തടസ്സം ചൂണ്ടിക്കാണിച്ച കാര്യം വലിയ രസമാണ്. അന്ന് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ രാജിവെച്ച് ഇന്ദിരാഗാന്ധിയോടൊപ്പം ഇലക്ഷൻ പ്രചരണത്തിൽ പങ്കെടുത്തു. രാജിവെച്ചില്ല, പക്ഷേ അതിൻ്റെ സാങ്കേതികത്വം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇലക്ഷൻ ക്യാൻസൽ ചെയ്യുന്നത്. ആ ക്യാൻസൽ ചെയ്ത് 6 വർഷത്തേക്ക് അവരെ ഡീവാർ ചെയ്തു. ആ സമയത്താണ് ജയപ്രകാശ് നാരായണൻ പട്ടാളത്തിനോട് ആവശ്യപ്പെടുകയാണ്, ഈ പ്രധാനമന്ത്രി പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല, നിങ്ങൾ പോരാടണം എന്ന് പട്ടാളത്തിനോട് ആഹ്വാനം ചെയ്തപ്പോൾ പിന്നെ അടിയന്തരാവസ്ഥ ഇല്ലാതെ മറ്റെന്താ പോകേണ്ടി?